ചില പാപങ്ങൾ. ആ പാപം ചെയ്യുന്ന വ്യക്തികളെ 3 രീതിയിൽ വിശുദ്ധ ഖുർആനും പ്രവാചകചര്യയും ഒക്കെ പഠിപ്പിച്ചു. ലാ യൻദുറുല്ലാഹു ഇലൈഹിം, അള്ളാഹു അവരെ നോക്കുകയില്ല. വലാ യുസക്കീഹിം, ആ പാപത്തിൽ തുടരുന്നിടത്തോളം കാലം അവരെ അള്ളാഹു ശുദ്ധീകരിച്ച് ശരിയായ വഴിയിലേക്ക് അവരെ എത്തിക്കുകയില്ല. വലാ യുകല്ലിമുഹും, അള്ളാഹു സുബ്ഹാനഹു വ തആല അവരോട് സംസാരിക്കുകയുമില്ല. ഇത്രയും ഗുരുതരമായ സാഹചര്യങ്ങളുള്ള ചില പാപങ്ങളാണ്. അതുകൊണ്ട് ആ വിഷയങ്ങൾ നമ്മൾ വിശദീകരിക്കല്ല. കുറെ ഉണ്ട്, 10-30-ലധികം കാര്യങ്ങൾ പണ്ഡിതന്മാര് ക്രോഡീകരിച്ചിട്ടുണ്ട്. അത് ഓടിച്ചു പറയാനാണ് നമ്മൾ ശ്രമിക്കുന്നത്. ഓരോരുത്തരും, ഞാൻ ഉൾപ്പെടെ ഓരോരുത്തരും സ്വയം ചോദിക്കേണ്ടത്, ഒരു 25 പറഞ്ഞാൽ, നമ്മുടെ ഒരു സമയത്തിന്റെ ഉള്ളിൽ നിന്നുകൊണ്ട് പറഞ്ഞാൽ അതിൽ എത്ര എൻ്റെ അടുത്തുണ്ട്, ഏതെങ്കിലും ഉണ്ടോ? ഉണ്ടെങ്കിൽ ഞാൻ അത് എഡിറ്റ് ചെയ്യണം. അല്ലെങ്കിൽ അള്ളാഹു എന്നെ നോക്കുകയില്ല എന്ന് പറഞ്ഞാൽ, അള്ളാഹു നോക്കുകയില്ല എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ കോപവും അവന്റെ വിദ്വേഷവും അല്ലെങ്കിൽ അവന്റെ അമർഷവും ഒക്കെ ആ വ്യക്തിയോടുണ്ടെന്നാണ് അതിന്റെ അർത്ഥം. അള്ളാഹു സുബ്ഹാനഹു വ തആല നാളെ നിങ്ങളുമായി സംസാരിക്കും, അള്ളാഹുവിനൊരു ട്രാൻസ്ലേറ്ററേയും വേണ്ടിവരില്ല എന്ന് പ്രവാചകൻ പറഞ്ഞു. നിങ്ങളുടെ മാതൃഭാഷ ഏതാകട്ടെ, നിങ്ങളോട് അള്ളാഹു സുബ്ഹാനഹു വ തആല സംസാരിക്കും, അള്ളാഹുവിനൊരു ട്രാൻസ്ലേറ്ററേയും വേണ്ടിവരില്ല. മാത്രമല്ല, അള്ളാഹുവിനെ കണ്ടുമുട്ടുന്ന കാര്യത്തെക്കുറിച്ചും അള്ളാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മളെ പഠിപ്പിച്ചു. ഇന്നക്കും സതറൗന റബ്ബക്കും കമാ തറൗന ഹാദൽ ഖമർ ഫീ ലൈലത്തിൽ ബദർ. പൂർണ്ണ ചന്ദ്രൻ ഉദിച്ച രാത്രിയിൽ ആ പൂർണ്ണചന്ദ്രൻ എത്രമാത്രം തെളിച്ചത്തിൽ, എത്രമാത്രം വ്യക്തതയിൽ നിങ്ങൾ ആ ചന്ദ്രനെ കാണുമോ, അതേപോലെ നിങ്ങൾ നിങ്ങളുടെ റബ്ബിനെ കണ്ടുമുട്ടുന്നതാണ്. ഇതൊക്കെ വിശ്വാസിക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞ കാര്യങ്ങളാണ്. അപ്പൊ ഇത് മുഴുവൻ നഷ്ടപ്പെടുക എന്ന് പറയുന്നത് ചെറിയ കാര്യമല്ലല്ലോ. അതുകൊണ്ട് നമ്മൾ ഓരോരുത്തരും സ്വയം ആത്മപരിശോധനയോടുകൂടെ ഈ കാര്യത്തെ കാണുക. ഏതെങ്കിലും വിഷയങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ അത് തിരുത്തുക. തീർച്ചയായും എപ്പോ വേണമെങ്കിലും നമ്മൾ അവസാനിക്കാം. ഏത് നിമിഷത്തിലും നമ്മൾ ഒന്നുമല്ലാതെ ശൂന്യമായി ഒരു ആശുപത്രി ബെഡിലെ നിസ്സാരനായി മാറാൻ നിമിഷങ്ങൾ മാത്രം മതി. എത്രയോ കാഴ്ചകളും അനുഭവങ്ങളും നമ്മുടെ മുന്നിലുണ്ട്. ഒന്നാമത്തെ കാര്യം, ഇന്നല്ലദീന യശ്തറൂന ബിഅഹ്ദില്ലാഹി വഇമാനിഹിം സമനൻ ഖലീല ഉലൈക ലാ ഖലാഖ ലഹും ഫിൽ ആഖിറതി വലാ യുകല്ലിമുഹുമുല്ലാഹ് വലാ യൻദുറു ഇലൈഹിം യൗമൽ ഖിയാമത്തി വലാ യുസക്കീഹിം വലഹും അദാബുൻ അലീം. അല്ലാഹുമായുള്ള കരാറിനെ, അതുപോലെ തന്നെ അവരുടെ സത്യവാഗ്ദാനങ്ങളെ രണ്ടിനെയും തുച്ഛമായ വിലക്ക് വിറ്റവർ എന്നാണ്. അള്ളാഹുമായുള്ള കരാറ് ഷഹാദത്ത് കലിമയാണ്, അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അഷ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാഹ്. ആ കരാറ് പൂർണ്ണമായി പാലിക്കാതെ അള്ളാഹുവിന്റെ ആരാധന റളിയതു ബില്ലാഹി റബ്ബൻ വബിൽ ഇസ്ലാമി ദീനൻ വബി മുഹമ്മദിൻ നബിയ്യ, ആ കരാറിന്റെ വേറെ ഒരു രൂപവും വേറെ ഒരു വാചകവുമാണത്. ഓരോ ബാങ്കിന്റെയും ശേഷം സ്വലാത്ത് ചൊല്ലി പ്രവാചകന് വേണ്ടി ഉള്ള പ്രാർത്ഥന നടത്തി, അള്ളാഹുവിന്റെ റസൂലിന് വേണ്ടിയുള്ള പ്രാർത്ഥന നടത്തി, റബ്ബ ഹാദിഹി ദഅവത്തി താമ എന്ന് തുടങ്ങുന്ന ദുആ നടത്തി ചൊല്ലാൻ പറയുന്ന ഒരു പ്രാർത്ഥനയാണിത്. റളിയതു ബില്ലാഹി റബ്ബൻ വബിൽ ഇസ്ലാമി ദീനൻ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നബിയ, ഞാൻ അള്ളാഹുവിനെ എന്റെ റബ്ബായും പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ എന്റെ ദൂതനായും ഇസ്ലാമിനെ എന്റെ മതമായും ഞാൻ തൃപ്തിപ്പെട്ടിരിക്കുന്നു എന്ന്. ആ തൃപ്തിക്കുറവ് നമുക്ക് എവിടെയെങ്കിലും അനുഭവിക്കുന്നുണ്ടോ എന്നുള്ളതാണ്. അള്ളാഹുമായുള്ള നമ്മുടെ കരാറിൽ നമ്മൾ വീഴ്ച വരുത്തുക എന്ന് പറഞ്ഞാൽ അതാണ്. ഇസ്ലാമിൽ ഏതെങ്കിലും നിയമങ്ങളോ തത്വങ്ങളോ കാര്യങ്ങളോ ഒക്കെ നമുക്ക് തൃപ്തി വരാതിരിക്കുക, എന്നിട്ട് നമ്മൾ നമ്മുടേതായ റൂട്ടിൽ അതിൽ തീരുമാനം എടുത്തു പോകുക. അങ്ങനെയൊന്നും ഹദീസു ആയത്ത് ഉണ്ടാകാൻ പാടില്ലായിരുന്നു എന്ന് ചിന്തിക്കുക. എന്താപ്പം ഇങ്ങനെയൊക്കെ ഒരു ഇസ്ലാമിൽ അങ്ങനെയൊക്കെ ഒരു കാര്യം എന്ന് ചിന്തിക്കേണ്ടുന്നൊരു സാഹചര്യം ഉണ്ടാകുക. ഉണ്ടെങ്കിൽ ആ വിഷയം നമ്മൾ എടുക്കുക, ആ വിഷയം ശരിക്കും പഠിക്കുക, അതിൽ ക്ലാരിറ്റി ഉണ്ടാക്കുക. ഇസ്ലാമിലെ ഒരു വിഷയം പോലും നമുക്ക് ക്ലാരിറ്റി വരുത്താൻ പറ്റാത്ത വിഷയങ്ങളില്ല. ഇനി അവർക്കിടയിലെ സത്യവാഗ്ദാനങ്ങൾ, സത്യമായിട്ടും ഞാൻ നിന്നോട് ചെയ്യുന്നു പറഞ്ഞ കാര്യം നമ്മൾ ലംഘിക്കുന്നുണ്ടോ? ഒരാളോട് നമ്മൾ 100% ഞാൻ നിനക്ക് ചെയ്തു തരും, ഞാൻ അങ്ങനെ ചെയ്യാൻ വിചാരിക്കുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞ കാര്യങ്ങളിൽ നിന്ന് പിന്നീട് പിന്നോട്ട് പോരുക. അത്തരം കാര്യങ്ങൾ ചെയ്യുന്നവർക്ക് 3 നഷ്ടമാണ്. അള്ളാഹു അവരോട് സംസാരിക്കില്ല, അവരെ അള്ളാഹു ശുദ്ധീകരിക്കില്ല, അള്ളാഹു സുബ്ഹാനഹു വ തആല അവരെ നോക്കുകയില്ല. ഒന്നാമത്തെ കാര്യം. ഇനി രണ്ടാമത്തത്, അള്ളാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, ആരാണ് അൽ മുസ്ബിൽ, വസ്ത്രം നെരിയാണിക്ക് താഴെ വലിച്ചിഴക്കുന്ന വ്യക്തി. നമ്മൾ ഇന്ന് പഠിക്കുന്നത് അള്ളാഹു നോക്കുകയില്ല, അള്ളാഹു ശുദ്ധീകരിക്കുകയില്ല, അള്ളാഹു സംസാരിക്കുകയില്ല എന്ന് പറഞ്ഞ വിഭാഗങ്ങളെയാണ്. ഒരുപക്ഷെ
നമ്മുടെ കാഴ്ചയിലും കാഴ്ചപ്പാടിലും അതത്രൊരു പ്രശ്നമല്ല. അതാണ് നമ്മുടെ കാഴ്ചയും കാഴ്ചപ്പാടും തമ്മിലുള്ള വ്യത്യാസം. നമ്മൾ എല്ലാ കാര്യങ്ങളെയും പ്രമാണങ്ങളിലൂടെ നോക്കിയിട്ട് വേണം നിലപാടിലെത്താൻ. പ്രമാണങ്ങളിലൂടെ നോക്കാതെ കാര്യങ്ങളെ കാണുമ്പോൾ പ്രശ്നം ഉണ്ടാകും. വളരെ ചെറിയ കാര്യം എന്നൊരു പക്ഷെ നമ്മൾ ചിന്തിക്കും. പക്ഷെ അള്ളാഹുവിന്റെ റസൂല് പറയാണ്, മൂന്ന് വിഭാഗത്തോട് അള്ളാഹു സുബ്ഹാനഹു വ തആല സംസാരിക്കുകയില്ല. വല യൻദുറു ഇലൈഹിം, അവരിലേക്ക് നോക്കുകയില്ല. വല യുസക്കീഹിം, അവരെ ശുദ്ധീകരിക്കുകയുമില്ല. അയാള് ക്ലാസും പരിപാടിയും ഖുത്ബയൊക്കെ കേൾക്കുമ്പോൾ ശരിയാകണമെന്ന് വിചാരിക്കുന്നുണ്ടാകും. അയാൾ സ്വകാര്യതയിൽ ചെയ്യുന്ന തെറ്റിൽ നിന്ന് രക്ഷപ്പെട്ടു പോരണം എന്നൊക്കെ ചിന്തിക്കുന്നുണ്ടാകും. പക്ഷേ അള്ളാഹു സുബ്ഹാനഹു വ തആല ചില പ്രത്യേക സ്വഭാവങ്ങളും രീതികളും ഒന്നുമുള്ള ആളുകളെ അള്ളാഹു സുബ്ഹാനഹു വ തആല അവരെ ശുദ്ധീകരിക്കുകയില്ല എന്നാണ്. നന്നാകാൻ നോക്കിയാലും അയാൾക്ക് നന്നാകാൻ പറ്റില്ല എന്നാണ് നബി കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുന്നത്. അതിൽപ്പെട്ടതാണ് അൽ മുസ്ബിൽ, വസ്ത്രം നെരിയാണിക്ക് താഴെ ഇഴച്ചു നടക്കുന്ന വ്യക്തി എന്നാണ്. ഒന്ന് രണ്ട് ഹദീസുകൾ കൂടി അതൊരു നിസ്സാര വിഷയമായി ഒരുപക്ഷെ ആളുകൾ എണ്ണാൻ സാധ്യതയുണ്ട് എന്നതുകൊണ്ടും ധാരാളം ആളുകൾ എടുത്തു വരുന്ന വീഴ്ചയാണ് എന്നതുകൊണ്ടും ഈ വിഷയകമായി വന്ന ഒന്ന് രണ്ട് ഹദീസുകൾ കൂടി ഞാൻ ഉദ്ധരിക്കുന്നു. ഇമാം ബുഖാരി റഹിമഹുല്ലാ അദ്ദേഹത്തിന്റെ 5777 ഹദീസായി പറഞ്ഞു, മാ അസ്ഫല മിനൽ കഅബൈനി മിനൽ ഇസാർ ഫിന്നാർ, നെരിയാണിക്ക് താഴെ പോകുന്ന വസ്ത്രം അത് നരകത്തിലായിരിക്കും. അപ്പൊ ഒരു കഷ്ണം തുണി താഴോട്ട് ഇറങ്ങുമ്പോഴേക്ക് ഇത്ര വലിയ പ്രശ്നമുണ്ടോ എന്ന് ചിന്തിക്കണവരോട് പറയാണ്, ചില വിഷയങ്ങളുണ്ട് ഇസ്ലാമില് വളരെ നിസ്സാരം നമുക്ക് തോന്നും. അത് നമുക്ക് തരുന്നത് എന്തിനാ അറിയോ? നമ്മളെ പരീക്ഷിക്കാനാണ് പഠിച്ചോൻ. ഞാൻ പറഞ്ഞാൽ നീ കേൾക്കുമെന്ന് ഞാനൊന്ന് നോക്കട്ടെ. ഞാൻ നിന്റെ റബ്ബാണ്, നിനക്ക് മിടിക്കുന്ന ഹൃദയം തന്ന റബ്ബാണ്, നിനക്ക് ചിന്തിക്കാനും ആലോചിക്കാനുമുള്ള ശേഷിയും കഴിവും തന്ന റബ്ബാണ്. അല്ലെ, നമ്മളെത്ര ദുർബലന്മാരാണ് സുഹൃത്തുക്കളെ. നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ട നമ്മുടെ ഒരു പണ്ഡിതൻ, അദ്ദേഹം രോഗിയായി ആശുപത്രിയിൽ കഴിയാണ്. അള്ളാഹു അദ്ദേഹത്തിന് ശിഫ കൊടുക്കുമാറാകട്ടെ. ഞങ്ങൾ രാവിലെ 9 മുതൽ വൈകുന്നേരം 5 വരെ ഒന്നിച്ചുണ്ടായിരുന്നു. ഒരു 3-3:30 മണിക്ക് ശേഷം അദ്ദേഹം ഇങ്ങനെ അദ്ദേഹത്തിന്റെ മുഖത്ത് ചില ഭാവവ്യത്യാസങ്ങളൊക്കെ തോന്നി. അപ്പൊ നീണ്ട ഇരുത്തം കൊണ്ടായിരിക്കും എന്ന് വിചാരിച്ചു. പിന്നെ പെയിൻ ഇളകി അദ്ദേഹത്തെയും കൊണ്ട് പോകുമ്പോ അതിശക്തമായ വേദന അദ്ദേഹത്തിനുണ്ടായിരുന്നു. കല്ലിന്റെ അസുഖമായിരിക്കും എന്നാ ഞങ്ങളൊക്കെ കരുതി. എനിക്ക് നേരത്തെ കല്ലിന്റെ അസുഖം വന്നിട്ടുണ്ട്. അപ്പൊ അതിന്റെയൊക്കെ ഒരു സമാനമായ പ്രതികരണങ്ങളാണ് കണ്ടത്. അല്ലെ, USG എടുത്തു നോക്കുമ്പോ 2 പ്രശ്നങ്ങളിൽ ഒന്നുണ്ട് എന്ന് പറഞ്ഞു. എടുത്തു നോക്കിയപ്പോ 2 പ്രശ്നമുണ്ട്. അദ്ദേഹത്തിന്റെ ഹൃദയവുമായി ബന്ധപ്പെട്ട പ്രധാന രക്തക്കുഴൽ ഇങ്ങനെ പൊട്ടിയോ പൊട്ടിയില്ലേ എന്നുള്ള നിലക്ക് നിൽക്കുകയാണ്. കോട്ടക്കലിൽ നിന്ന് അങ്ങ് കോഴിക്കോട്ടേക്ക് എത്തുമെന്നൊരു ഉറപ്പുമില്ല എന്നാണ് ഞങ്ങളുടെ സഹപ്രവർത്തകനായ ഡോക്ടർ അവിടുന്ന് ഇറങ്ങുമ്പോൾ എന്റെ അടുത്ത് പറഞ്ഞത്. ഒരു ഉറപ്പുമില്ല. ഒരുപാട് മനുഷ്യന്മാരുടെ പ്രാർത്ഥന കൊണ്ട് അദ്ദേഹം ജീവിതത്തിലേക്ക് അതിവേഗം തിരിച്ചു വരുന്ന അല്ലാഹു അദ്ദേഹത്തിന് ശമനത്തെ പ്രദാനം ചെയ്യുമാറാകട്ടെ. കൂടുതൽ സജീവമായി ദീനീ പ്രബോധന രംഗത്തും മനുഷ്യർക്ക് മനഃശാന്തി പകരുന്ന മഹാദൗത്യത്തിന്റെ രംഗത്തും നിലനിൽക്കാനുള്ള തൗഫീഖ് അല്ലാഹു നൽകുമാറാകട്ടെ. ഞാൻ പറയുന്നത് ഇങ്ങനെയൊക്കെ കുറെ ഞരമ്പും കുറെ പൈപ്പൊക്കെ നമ്മളെ ഉള്ളിലുണ്ട് എന്ന് നമുക്ക് എപ്പോഴാ തോന്നണേ? ഇങ്ങനത്തെ കുറെ സംഭവം കേൾക്കുമ്പോഴാ തോന്നണേ. ഒന്നും ചെയ്യാല്ല, അത് ആ ശരീരം തന്നെ അതിനങ്ങോട്ട് ശരിയാക്കി തരണം. ശരീരം തന്നെ, ആ പൊട്ടിയത് ശരീരം തന്നെ റെഡിയാക്കി തരും. ഒരു വ്യക്തിക്ക് അയാളുടെ കൊളസ്ട്രോളും ഷുഗറും ഒക്കെ ഉണ്ടാകുമ്പോൾ അത് ഉണ്ടാകുക, അല്ലെങ്കിൽ ഹൈപ്പർ ടെൻഷൻ ഉണ്ടാകുമ്പോൾ അത് ഉണ്ടാകുക. മെഡിക്കൽ ടെക്സ്റ്റ് ബുക്കുകളിലുള്ള ഒരു കാരണം അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം അല്ല. അത്രയും ഡയറ്റുള്ള, അത്രയും സൂക്ഷ്മത പാലിക്കുന്ന നമുക്ക് വളരെ വ്യക്തിപരം രാവും പകലും അറിയുന്ന ആളാണ് അദ്ദേഹം. അപ്പൊ ഞാൻ പറയാൻ ശ്രമിക്കുന്നത്, നമ്മൾക്കിങ്ങനെ തോന്നും ചിലപ്പോ ഇതെന്താണ് ഒരു സെന്റിമീറ്റർ, ഒരു 1/4 മീറ്റർ താഴത്തേക്ക് വസ്ത്രം ഇടുമ്പോൾ തന്നെ നരകത്തിൽ കൊണ്ടേയാക്കുന്ന ആളാണോ പഠിച്ചോന്? ഇതെന്ത് പഠിച്ചോനാണ് എന്ന് ചിലപ്പോ നമുക്ക് ചോദിക്കാം. അവിടെ 1 മീറ്റർ താഴത്തേക്ക് പോണതല്ല വിഷയം. നിന്നെ അനുഗ്രഹങ്ങളുടെ ആഴക്കടലിൽ ആനന്ദിക്കുന്നവനായി ഞാൻ ആക്കിയിട്ട് ഒരു ചെറിയ കാര്യം ഞാൻ നിന്നോട് ആവശ്യപ്പെട്ടിട്ട് നിനക്കത് പൊക്കാൻ പറ്റൂലല്ലേ? അതവിടുത്തെ വിഷയം. നമ്മളെന്തിക്കണ നേരെ തിരിച്ചാണ്. ഒരു കഷ്ണം ഇങ്ങനെ താഴത്തേക്ക് ഇറക്കുമ്പോൾ തന്നെ നരകത്ത് കിടന്ന പഠിച്ചവനാണെന്ന് അല്ല. അതല്ല അവിടുത്തെ വിഷയം. അനുഗ്രഹങ്ങളുടെ ആഴക്കടലിൽ നീന്തി തുടിക്കും വിധം നിനക്ക് ജീവിതം തന്നിട്ട് ഞാനൊരു ചെറിയ കാര്യം, എന്റെ തുണി എടുക്കുമ്പോ, എന്റെ പാന്റിന് അളവ് കൊടുക്കുമ്പോ ഒന്ന് ഇത്തിരി പൊക്കിക്കളാം എന്ന് പറഞ്ഞിട്ട് നിനക്ക് കേൾക്കാൻ പറ്റൂലല്ലേ? അതാണ് അവിടുത്തെ മർമ്മം. ഇനി തീർന്നില്ല. ലാ യൻദുറുല്ലാഹു ഇലാ മൻ ജറ സൗബഹു ഖുയല, അഹങ്കാരപൂർവ്വം തന്റെ വസ്ത്രം നിലത്തുകൂടെ വലിച്ചിഴക്കുന്നവൻ, അവനെ അല്ലാഹു സുബ്ഹാനഹു വ തആല നോക്കുകയില്ല എന്ന് വേറെയും ഹദീസിൽ നമുക്ക് കാണാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ നമ്മൾ ഓരോരുത്തരും സുഹൃത്തുക്കളെ പ്രത്യേകം ശ്രദ്ധിക്കുക. അൽ ഇസ്ബാലു ഫിൽ ഇസാർ വൽ ഖമീസ് വൽ ഇമാമ മൻ ജറ ഷൈഅൻ മിൻഹാ ഖുയലാ ലാ യൻദുറുല്ലാഹു ഇലൈഹി യൗമൽ ഖിയാമ. ഒരാൾ അയാളുടെ വസ്ത്രം, അയാളുടെ മേലങ്കി, തുണി മാത്രമല്ല,
മൊത്തം ശരീരത്തിലുള്ള വസ്ത്രം താഴോട്ട് വീണാലും, ഈ അര മുതൽക്ക് തുടങ്ങുന്ന വസ്ത്രം വീണാലും, ഞാനുള്ള തലപ്പാവ് ഇങ്ങനെ നീണ്ടിട്ട് അതിന്റെ അറ്റം നിലത്തേക്ക് വീണാലും, മൂന്നും ഒരേപോലെ റസൂലുള്ള എണ്ണിയത്. ഒരാളുടെ തലപ്പാവ് ഇങ്ങനെ നീട്ടിയിട്ട് നിലത്തു കൂടെ വലിച്ചു പോവുകയാണ്. അല്ലെങ്കിൽ അയാളുടെ ഈ മറ്റേ ദിസ്താശ എന്നൊക്കെ പറയുന്ന നീണ്ട കുപ്പായങ്ങളുണ്ട് അറബ്സ് ഇടുന്നത്, അത് പോയാലും അരന്റെ അവിടുന്ന്, അതാണ് ഇസാർ എന്ന് പറയുന്നത്, അരന്റെ അവിടുന്ന് അങ്ങോട്ട് തുടങ്ങുന്ന വസ്ത്രം ഇട്ടാലും ഒക്കെ അതിനെ ഇസ്ലാം പരിഗണിക്കുന്നത് അങ്ങനെയാണ്. അപ്പോ നമ്മളിപ്പോ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്താണ്? പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അള്ളാഹു സംസാരിക്കാത്ത, അള്ളാഹു നോക്കാത്ത, അള്ളാഹു ഈ തിന്മ ചെയ്താൽ ശുദ്ധീകരിക്കാത്ത വിഭാഗങ്ങൾ എന്ന് പറഞ്ഞ വിഭാഗങ്ങളെ കുറിച്ചാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇനി ഇതിലെ മൂന്നാമത്തെ വിഭാഗം ആരാണ്? മൂന്നാമത്തെ വിഭാഗം വൽ മന്നാൻ, കൊടുത്തത് എടുത്തു പറയുന്ന വ്യക്തി. കൊടുത്തത് എടുത്തു പറയുന്ന വ്യക്തി, എടുത്തു പറഞ്ഞതുകൊണ്ട് ആളുകളെ ദ്രോഹിക്കുന്ന വ്യക്തി അല്ലേ? കൊടുത്തത് എടുത്തു പറയാം. ഞാൻ ഈ കഴിഞ്ഞ ദിവസം ഒരു സ്ഥലത്ത് പോയപ്പോ വലിയൊരു വീടുണ്ട്, വലിയൊരു വീട്. അപ്പൊ ആ വീടുണ്ടാക്കിയത് കോടികൾ ചെലവാക്കി ഉണ്ടാക്കിയതാണ് ആ വീട്. അപ്പൊ അവര് പറഞ്ഞു, ഇങ്ങനെ ഇപ്രാവശ്യം ഇവിടെ പഞ്ചായത്ത് തന്നെ മാറി, ഇന്ന ആളുകൾ ഭരിച്ചിരുന്ന പഞ്ചായത്ത് ഇപ്പൊ ഇന്ന ആളുകൾക്ക് കിട്ടി. അതെന്തേ? ഈ വീട് ഒരു പെർമിറ്റ് ചോദിച്ചു പഞ്ചായത്ത് പോയിട്ട്. ഇയാള് കോടീശ്വരനാണ്, എല്ലാവർക്കും അറിയണ വലിയ മുതലാളിയാണ്. അപ്പോ പഞ്ചായത്ത് പ്രസിഡന്റ് പെർമിഷൻ കൊടുത്തില്ല. കാരണം പഞ്ചായത്ത് പ്രസിഡന്റിന്റെ വീട്ടില് കൂലിവേല ചെയ്തിരുന്ന ആളാണ് ഇയാളുടെ അമ്മ. പിന്നെ ഗൾഫിലൊക്കെ പോയി ഭയങ്കര സമ്പന്നനായതാണ്. അപ്പൊ ഓനിപ്പോ നമ്മളെ നാട്ടിൽ നമ്മളെ നെഞ്ചത്ത് അങ്ങനെ ഒരു പെര വെക്കണ്ടാന്ന് തീരുമാനിച്ചു. അയാള് വലിയ പൈസ ഇറക്കിയിട്ട് ഒരു 3-4 വാർഡൻ മറിച്ചു. എത്രയോ കാലമായിട്ട് പിന്നെ ഡാഷ് ഭരണകക്ഷി ഡാഷ് വിഭാഗങ്ങൾ ഭരിച്ചിരുന്നതാണ് മറിഞ്ഞു. മനുഷ്യന്റെ ഉള്ളിൽ ഈ കുനിഷ്ട് കയറിയുണ്ടല്ലോ സുഹൃത്തുക്കളെ, വലിയ പ്രശ്ന. നല്ല കാലത്ത് അയാളുടെ ചെലവിലും ചോറിലും ജീവിച്ചവരാണ് ഇവരെങ്കിൽ അയാൾക്ക് സന്തോഷമല്ല വേണ്ടേ? ഈ കൊണക്കട് പലപ്പോഴും ഏറിയ തോതിലും കുറഞ്ഞ തോതിലൊക്കെ പലരുടെയും മനസ്സിലുണ്ട്. പലരുടെയും മനസ്സിൽ കുശുമ്പ് അല്ലെ? ഈ കുശുമ്പ് വളരെ കുറച്ച് മനുഷ്യന്മാരുടെ അടുത്ത് അല്ലാത്തുള്ളൂ. ഏതെങ്കിലും ഒരാളെടുത്ത് നിന്ന് എന്തെങ്കിലും കുറച്ച് പൈസയൊക്കെ കുറച്ചു കാലത്ത് വാങ്ങിയിട്ടുണ്ടെങ്കിൽ പിന്നെ ഈ തലമുറകൾ മുഴുവൻ അവന്റെ മുന്നിൽ തല ചൊറിഞ്ഞു നിൽക്കണമെന്ന ദാഷ്ട്യം, അതിന് പടച്ചോൻ കൊടുക്കുന്ന ശിക്ഷ എന്താ അറിയോ? അള്ളാഹുവിനെ നോക്കൂല, അവനെ ശുദ്ധീകരിക്കൂല, അവനെ സംസ്കരിക്കൂല. ഒരു വൃത്തികെട്ടവനായിട്ട് പടച്ചോൻ അവനെ ഭൂമിയിൽ ഒരു വൃത്തികെട്ട ജന്മമായവനെ ബാക്കിയാക്കുമെന്ന് നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കണം. അതുകൊണ്ട് നമ്മളെ കുടുംബത്തുനിന്നോ ബന്ധത്തുനിന്നോ വാപ്പാരെ അടുത്തുനിന്നൊക്കെ വല്ലതും സ്വീകരിച്ചോലൊക്കെ നിങ്ങൾക്ക് അറിയുമെങ്കിൽ ഓലെ കാണുമ്പോ ഒന്ന് ഇങ്ങനെ കുനിഞ്ഞളുണ്ട്, ഒന്ന് ഒതുങ്ങിക്കളുണ്ട് നമ്മള് കേട്ടോ. ഇല്ലെങ്കിൽ പതുക്കെ ചിലപ്പോ ഈ ഗണത്തേക്ക് പെടും. പതുക്കെ ഈ ഗണത്തേക്ക് പടച്ചോൻ ആ ലിസ്റ്റ് കണ്ട് ഉൾപ്പെടുത്തും. അള്ളാഹു നമ്മെ കാത്ത് രക്ഷിക്കുമാറാകട്ടെ. അപ്പൊ വിശ്വാസിയായി ജീവിച്ച് നല്ലൽക്ക് മുന്നോട്ട് പോകാൻ നല്ല പണിയുണ്ട്. ഇസ്ലാം ഇവിടെ കൊടുക്കുന്ന സുരക്ഷ നോക്ക് നിങ്ങൾ. ഒരു വ്യക്തിക്ക് കൊടുക്കുന്ന സുരക്ഷയാണിത്. ആരുടെടുത്തെങ്കിലും വല്ലതും വാങ്ങിയിട്ടുണ്ടെങ്കിൽ ആ വാങ്ങിയവൻ അതിന്റെ പേരിൽ വിധേയപ്പെടേണ്ടാത്ത വിധം ഒരു സാമൂഹിക ക്രമത്തെ ഇസ്ലാം നിശ്ചയിക്കുകയാണ്. ഇസ്ലാം മനുഷ്യന്റെ ഉള്ളിലേക്ക് എത്ര വലിയ തോതിൽ ഇടപെടുന്നു എന്നുള്ളതിന്റെ നല്ല ഉദാഹരണവും കൂടിയാണിത്. ഇനി നിങ്ങൾ നോക്കൂ സുഹൃത്തുക്കളെ, നാലാമത്തെ കാര്യം, കള്ളസത്യം ചെയ്തിട്ട് വസ്തുക്കൾ വിൽക്കുന്ന ആള് അല്ലെ? വൽ മുൻഫിഖ് സിലഅതഹു ബിൽ ഹൽഫിൽ കാദിബ്. വല്ലാഹി, ചില ആളുകളുടെ തൊള്ളിൽ ഇത് വല്ലാതെ വരും. വല്ലാഹി അല്ലെ, എതിർത്തോ, വല്ലാഹി ഇത് വളരെ നല്ല സാധന, ഇത് മുന്തിയ മുതല. നമ്മളെ കച്ചവട വസ്തു വിൽക്കുമ്പോ ആ കച്ചവട വസ്തുവിലെ കുറവും ന്യൂനതയും പറഞ്ഞു വിറ്റാൽ ബർക്കത്തുണ്ടാവുന്ന. കാറ് വിൽക്കാണ്, തട്ടിയിട്ടുണ്ടോ? ഹേ, ഞാൻ അത്രയും വർഷങ്ങളായിട്ട് ഓടിക്കുന്ന ആള്, നമ്മുടെ അടുത്ത് ഇവിടെ തട്ടുക? നേരെ തിരിച്ച് തട്ടിയിട്ടുണ്ട്. ഒരു 6 കൊല്ലം മുമ്പ് തട്ടിയിട്ടുണ്ട്, വണ്ടി തട്ടിയിട്ടുണ്ട്. അപ്പൊ വലിയ പൈസയൊക്കെ കുറയും. പക്ഷെ അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞെന്താ അറിയോ? നിങ്ങൾക്ക് 60,000 കിട്ടേണ്ടടുത്ത് 30,000 ആയി, പക്ഷെ ആ 30,000 ഒരു ബർക്കത്ത് ഉണ്ടാവും. ഈ പണത്തിന്റെ തോതല്ല വിഷയം, കയ്യിൽ കിട്ടുന്ന സംഖ്യയുടെ അളവല്ല പ്രശ്നം, അതിനൊരു ബർക്കത്തുണ്ട്. ഞാൻ നല്ലൊരു പെട്രോൾ പമ്പിൽ കയറി പെട്രോൾ അടിച്ചു. അപ്പൊ ഇത് എന്റെ വളരെ അടുത്തൊരു സുഹൃത്തിന്റെ പെട്രോൾ പമ്പ്, അത് എനിക്ക് അറിയില്ല. അപ്പൊ ആളുകൾ വളരെ ധാരാളം അവിടെ വരും. അപ്പൊ എന്റെ കൂടെ ഉള്ള ആള് പറഞ്ഞു, ഭയങ്കര വിശ്വാസമാണ് കൊടുത്തതിന്, അയാൾ അവിടെ നിന്നാ മതി. പിന്നെ ആളുകൾ അപ്പൊ അദ്ദേഹത്തോട് പറയണമെന്ന് എനിക്ക് തോന്നി, നിങ്ങൾ ചെറിയൊരു ഏറ്റവ്യത്യാസം വരുത്തിയാൽ എല്ലാവർക്കും കിട്ടുന്ന മാതിരിയല്ല. നിങ്ങളെ വേഷമോ നിങ്ങളെ കാര്യമൊക്കെ കണ്ടിട്ട് ജനം ഇതിൽ കയറുന്നു എന്നാണ് അയാൾ ആ പറഞ്ഞതിന്റെ അർത്ഥം. അപ്പൊ നിങ്ങൾ കൂടുതൽ സത്യസന്ധത പാലിച്ചിട്ടില്ലെങ്കിൽ പ്രശ്നമാണ്. മനസ്സിലായില്ലേ? ഒരു ദീനിന്റെ ആളാണെന്ന് വരുന്നോട് കൂടെ പിന്നെ അങ്ങനെയാണ് കച്ചവടത്തിന് ഇൻവെസ്റ്റ്മെന്റിനൊക്കെ. ഇപ്പൊ ചിലപ്പോ ചോദിക്കും, നിങ്ങളൊരു സൈലന്റ് പാർട്ണറായി നിന്നാ മതി, നിങ്ങൾക്കൊരു ഓഹരി കിട്ടും. ഞാനതിനെ പറഞ്ഞെടുത്ത ഞാൻ വിൽക്കണത് എന്റെ ദീനിനെയാണ്, മുപ്പരക്കത്തിന്റെ ആളാണ് എന്ന് എന്നെ ഇഷ്ടമുള്ളവരോട് പറഞ്ഞിട്ട് കച്ചവടം പിടിക്കുക.
ലക്ഷങ്ങൾ പിടിക്കുക. അപ്പൊ അതൊക്കെ പിന്നെ ഫുൾ ഇസ്ലാമികമായ തത്വപ്രകാരമായിരിക്കും നൽകണമെന്ന് ചിന്തിക്കാം, അല്ലെ? അപ്പൊ സഹോദരന്മാരെ, ചിന്തകളെ ഒക്കെ കൊണ്ടുവരുന്നിടത്ത് വളരെ ശ്രദ്ധിച്ചു വേണം നമ്മൾ ചെയ്യാൻ. ഇനി 5ാമത്തെ വിഭാഗം ആരാന്നറിയോ? 5ാമത്തെ വിഭാഗം, 5ാമത്തെ ആളെ പറ്റി പറയണം, ഷെയ്ഖുൻ സാനിൻ, വയസ്സായിട്ട് വ്യഭിചരിക്കുന്ന ആള്. അള്ളാഹുവിന്റെ റസൂലിന്റെ പ്രയോഗമാണ് ഷെയ്ഖുൻ സാനിൻ. അതുകൊണ്ട് വയസ്സായ ആളുകളൊക്കെ കുറച്ചും കൂടി ഒന്ന് ശ്രദ്ധിക്കണം. ഫോൺ ഉപയോഗിക്കുന്നിടത്തൊക്കെ പലപ്പോഴും കൈ തട്ടിപ്പോയി വേണ്ടാത്തതിലെ വീഡിയോകളിലേക്കൊക്കെ എത്തും. പലപ്പോഴും പല അനുഭവങ്ങളും എന്താ വെച്ചാൽ അവര് ഇത്തരം ഫോൺ ഉപയോഗിക്കുന്ന ആളുകൾക്കൊക്കെ അവർക്ക് ഇത് കാണാതാക്കാനുള്ള പരിപാടിയൊന്നും അവർക്ക് അറിയില്ല. അപ്പൊ കുട്ടികളും പേരക്കുട്ടികളും ഒക്കെ ഇത് കാണും. അവർക്ക് അവരോട് നേരിട്ട് പറയാൻ പറ്റണം. എനിക്കോ 5, 10, 20 അനുഭവങ്ങൾ എന്റെ വ്യക്തിപരമായി എന്റെ അടുത്ത് പലരും ഷെയർ ചെയ്തതുണ്ട്. യൂട്യൂബിനൊരു രീതിയുണ്ട്. യൂട്യൂബിലൊരു വീഡിയോ കണ്ട പിന്നെ അതേപോലത്തെ വീഡിയോ ആണ് ഫുള്ള് വരിക. യാദൃശ്ചികമായിട്ടായിരിക്കും ഒരു വീഡിയോ കണ്ടത്, ആ വീഡിയോയിൽ നിന്ന് അടുത്ത വീഡിയോക്ക് ചാടിയിട്ടുണ്ടാകും. പ്രത്യേകിച്ചും വാർദ്ധക്യത്തിലേക്കൊക്കെ എത്തുമ്പോൾ ഉണ്ടാകാവുന്ന കുറച്ച് പരിമിതികളുണ്ട്. ദാമ്പത്യ ജീവിതത്തിൽ നമ്മുടെ ഇണ നമ്മൾക്ക് ആവശ്യമുള്ള അത്ര തന്നെ അവരെ നമുക്ക് അവരുടെ കൂടെയുള്ള കാര്യങ്ങളിൽ നമുക്ക് ലഭിക്കാതൊക്കെ ഇരിക്കുമ്പോൾ ഉണ്ടാകുന്ന അസംതൃപ്തിയും അസന്തുഷ്ടിയും ശൈത്താൻ ചില ന്യായങ്ങൾ തോന്നിപ്പിച്ചു തരലൊക്കെ ഉണ്ടാകും. അല്ലാഹു കാത്ത് രക്ഷിക്കുമാറാകട്ടെ. അവിടെയൊക്കെ സ്വബറിന് വലിയ പുണ്യമുണ്ട്. ആ സ്വബറിന് എടുക്കുമ്പോൾ അവിടെ നമുക്ക് ഇരട്ടി കൂലിയാണ് കിട്ടുന്നത്. അതുകൊണ്ട് അത്തരം കാര്യങ്ങൾ വളരെ ശ്രദ്ധിച്ചു വേണം ചെയ്യാൻ. മറ്റൊന്ന് മലിക്കുൻ കദ്ദാബ്, 6ാമത്തെ കാര്യം ഇതാണ്. കള്ളനായ രാജാവ്, കള്ളത്തരം പറയുന്ന രാജാവ്, അധികാരത്തിലിരിക്കുന്നവൻ കള്ളത്തരം പറഞ്ഞ് കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നതിനെ കുറിച്ചാണ് ഈ പറയുന്നത്. മാത്രമല്ല ഇതിൽ നമുക്ക് ഒരു ഹദീസ് കൂടി ചേർത്ത് വായിക്കാം. എന്താണ്? അല്ലാഹുമ്മ മൻ വലിയ മിൻ അംരി ഉമ്മത്തി ശൈഅൻ ഫശഖ അലൈഹിം ഫശ്ഖുഖ അലൈഹി. എന്റെ ഉമ്മത്തിന്റെ മേൽ എന്തെങ്കിലും അധികാരങ്ങളൊക്കെ ഉള്ള ആളുകൾ അതുകൊണ്ട് അവരെ ഉപദ്രവിക്കുന്നുണ്ടെങ്കിൽ അവരെ നീ ഉപദ്രവിക്കു പടച്ചോനെ. ചെറിയ കാര്യമൊന്നുമല്ല, അള്ളാഹുവിന്റെ റസൂൽ പ്രാർത്ഥിച്ചാണ്. അതുകൊണ്ട് അധികാരങ്ങളിലും സ്ഥാനങ്ങളിലൊക്കെ ഇരിക്കുന്നവർ ശ്രദ്ധിക്കണം. ഒരു ഓഫീസിലെ മേലുദ്യോഗസ്ഥൻ, അല്ലെ, ഒരു സംഘടനയുടെ ഉത്തരവാദിത്വത്തിൽ ഇരിക്കുന്ന വ്യക്തി, ഒരു വീട്ടിലെ കാര്യങ്ങൾക്ക് നേതൃത്വം നൽകുന്ന ആള്, അയാളുടെ സ്വാധീനം അധികാരമൊക്കെ ഉപയോഗിച്ചിട്ട് വേറുള്ളവരെ ദ്രോഹിക്കുമ്പോ ഞാനിതിന്റെ പ്രസിഡന്റാ, ഞാൻ ഇതിന്റെ സെക്രട്ടറിയാ, ഞാൻ ഇവിടുത്തെ ഹെഡ്മാഷാ, അല്ലെ, ഞാൻ ഇവിടുത്തെ SI ആണ്, ഞാൻ ഇവിടുത്തെ പഞ്ചായത്ത് പ്രസിഡന്റാണ്, ഞാൻ ഇവിടുത്തെ മഹല്ല് പ്രസിഡന്റാണ്. ഈ ഭാവത്തിൽ ആളുകൾ അവരുടെ സ്വാധീനവും ശക്തിയൊക്കെ ഉപയോഗിച്ച് ഞാൻ ഇവിടുത്തെ ക്ലറിക്കൽ പോസ്റ്റിൽ ഇരിക്കുന്ന ആളാ, എന്നിട്ട് ആളുകളിട്ട് വട്ടം കറക്കുക. അങ്ങനത്തെ ആളുകളെ അള്ളാഹു നോക്കുകയില്ല, അള്ളാഹു അവരെ ശുദ്ധീകരിക്കുകയില്ല, അള്ളാഹു അവരെ സംസ്കരിക്കുകയില്ല, അള്ളാഹുവിന്റെ തിരുനോട്ടം ഉണ്ടാവുകയില്ല എന്നാണ്. അപ്പോ വളരെ ശ്രദ്ധിച്ചു വേണം ഇത്തരം കാര്യങ്ങളിലൊക്കെ മുന്നോട്ട് പോകാൻ. ഇനി 7ാമത്തെ കാര്യം എന്താ അറിയോ? ദരിദ്രനായ അഹങ്കാരി എന്ന് അള്ളാഹു റസൂൽ പറഞ്ഞു. വാഇലുൻ മുസ്തക്ബിർ. ദരിദ്രൻ എന്താ? കയ്യിൽ 5 പൈസല്ല, പക്ഷെ അവന്റെ കാട്ടിക്കൂട്ടലിനൊരു കുറവില്ല. അവനാന്റെ കയ്യിലുള്ള പൈസ കൊണ്ട് ജീവിക്കണം. ഓൻ ഐഫോണേ പറ്റുള്ളൂ, ഓൻ ഭയങ്കര കാർ ഇങ്ങനെ മാറ്റി മാറ്റി വാങ്ങണ്, അല്ലെ? കഴിഞ്ഞൊരു ഖുത്ബയിൽ ഞാൻ പറഞ്ഞിരുന്നു, ഓൻ വീടുണ്ടാക്കുമ്പോ 3D വീടുണ്ടാക്കാൻ ആർക്കും പറ്റും. എഞ്ചിനീയർക്ക് പൈസ കൊടുത്താൽ 3D ഒരു വീട് മനോഹരാക്കി ഉണ്ടാക്കി തരും. പക്ഷേ അതിന് കല്ലും കട്ടയും വെച്ച് സിമന്റ് തേച്ച് അത് വൃത്തിക്ക് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ട കോടികൾ അവൻ ആലോചിക്കൂല, ലക്ഷങ്ങൾ ആലോചിക്കൂല. എന്നിട്ട് അവിടുന്ന് ഇവിടുന്നൊക്കെ തിരിക്കും, കടവും പിന്നെ എന്താ പറയാ പലിശയൊക്കെ വാങ്ങിയിട്ട് ആകെ നാശാക്കും. അപ്പൊ അവനാന്റെ വലിപ്പത്തിന് ജീവിക്കണം. ഓന്റെ അടുത്ത് പൈസ ഉണ്ടെങ്കിൽ വാങ്ങുന്നതിന് പ്രശ്നമല്ല. ബ്രാൻഡഡ് ഷർട്ടുകളെ പറ്റുള്ളൂ, ലിനന്റെ ക്ലോത്തേ അവന് പറ്റുള്ളൂ. ലിനന്റെ ക്ലോത്തിന് എന്താ ചെലവ്? അതുള്ള വാങ്ങിക്കോട്ടെ. അത് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞാണ്. എന്താ? ഒരാളുടെ അവസ്ഥക്കനുസരിച്ച് ഉപയോഗിക്കൽ തെറ്റല്ല. ഖുൽ മൻ ഹറമ സീനത്തുല്ലാഹി അല്ലദീ അഖ്റജ ലിഇബാദിഹി വത്വയ്യിബാതി മിനർ റിസ്ഖ്. ആരാണ് അല്ലാഹു ഹലാലാക്കിയത് അവർക്ക് ഹറാമാക്കിയത്? അല്ലാഹു ഹലാലാക്കിയ ഭക്ഷണം അവർ കഴിച്ചോട്ടെ, അവന്റെ അടുത്ത് പൈസ ഉണ്ടെങ്കിൽ അവൻ കഴിച്ചോട്ടെ. 8 റുപ്യന്റെ ചായ മുതൽ 8000 റുപ്യന്റെ ചായ വരെ ഉണ്ടെന്നാ കേട്ടോ. ഇപ്പോ പുതിയ അറിവാണ് എനിക്ക്. ഞാനൊരു സുഹൃത്തിന്റെ കൂടെ യാത്ര ചെയ്തപ്പോ പലതരം ചായകളെ കുറിച്ച് അയാൾ പറഞ്ഞു തന്നു. അപ്പൊ ഞാൻ ഗൂഗിൾ ചെയ്ത് നോക്കിയപ്പോ ശരിയാ, പല പല ചായ, അല്ലെ? അപ്പൊ നമ്മളെ അവസ്ഥക്കനുസരിച്ച് ഓരോന്നോരോ ബ്രാൻഡാക്കി കൊണ്ടുവരികയാണ്, ഓരോ ക്രൈസാക്കി കൊണ്ടുവരികയാണ്. ഒന്ന് റിലാക്സ് ചെയ്യണമെങ്കിൽ ഒരു ചായ, അങ്ങനെ ഉണ്ട്. ഒരു ചായ കുടിക്കണതിനെ പറ്റി അല്ല ഞാൻ പറയണത് കേട്ടോ. നിങ്ങൾക്ക് ഒരു ചായ എവിടുന്നും കുടിക്കാം, പക്ഷേ അതിന് ചെലവാകണ പൈസ, അതിലൂടെ എത്തുന്ന കടം, അതിലൂടെ എത്തുന്ന ബാധ്യത, അതാണ് അവിടെ പറഞ്ഞ ആയിലും മുസ്തക്ബിർ. ഒരു പ്രത്യേക സ്റ്റാറ്റസിൽ ഇങ്ങനെ നിൽക്കാൻ വേണ്ടി കഷ്ടപ്പെടുക. അവൻ വണ്ടിയൊക്കെ ഭയങ്കരമായിട്ട് മെയിൻറ്റെയിൻ ചെയ്യും. ആ വലിയ വണ്ടി അവിടെ പോയി പാർക്ക് ചെയ്ത് ഇന്നിട്ട് ഇറങ്ങുമ്പോ ചാവിയൊക്കെ എടുത്തിട്ട് ഇറങ്ങുമ്പോ കിട്ടുന്ന ഒരു ദമ്മുണ്ടോന്. പക്ഷെ ഉള്ളു പൊള്ളയാണ്. വീട്ടിൽ ചെലവിനില്ല, കുട്ടികൾ പട്ടിണിയാണ്, അവന്റെ ഭാര്യക്കുള്ള
ഒരു പാഡോ മര്യാദക്ക് വാങ്ങിക്കൊടുക്കണില്ല, കുട്ടികളെ പാമ്പേഴ്സും വാങ്ങിക്കൊടുക്കണില്ല. അവിടെ ഒരു പച്ചക്കറി കട്ട് ചെയ്തിട്ട് കാലെത്രയായി, അങ്ങനത്തെ അവസ്ഥ. ആ രീതിയിലുള്ള ഒരു ഒരു രൂപത്തിലേക്ക് പോകരുത് എന്നാണ്. എട്ടാമത്തെ കാര്യം, മുബ്തദഇനെ സംരക്ഷിക്കുന്നവൻ, മുബ്തദഅ ഒരു വ്യക്തിനെ സംരക്ഷിക്കുന്നവൻ. ലഅനല്ലാഹു മൻ ആവാ മുഹ്ദിസൻ. മുഹ്ദിസ് എന്ന് പറഞ്ഞാൽ ആരാ? ഇസ്ലാമിൽ ഇല്ലാത്ത പരിപാടികൾ ആസൂത്രണം ചെയ്യുക. ഓരോ സമയത്ത് ഓരോ ദിക്റും ഓരോ ദുആയും ഓരോ പരിപാടി. എന്നിട്ട് മൂപ്പര് നമ്മളെ ഉസ്താദല്ലേ, മൂപ്പര് ഭയങ്കര സംഭവമല്ലേ, മൂപ്പർക്ക് കൈമടക്ക്. അപ്പുറത്ത് കിഡ്നി രോഗിയായാലുണ്ടാവും, ഓനെ തിരിഞ്ഞു നോക്കൂല. ഇപ്പുറത്ത് വിധവ ഉണ്ടാകും, അവരുടെ വീട് ചോർന്നൊലിക്കുന്നുണ്ടാകും. ജൂണ് വരുമ്പോ പെയ്യുന്ന മഴയത്ത് തന്റെ കുട്ടിക്ക് തൊട്ടിലിന്റെ മുകളിൽ കുട ചൂടുന്ന പ്രതിസന്ധി അനുഭവിക്കുന്ന മനുഷ്യവരുണ്ട്, അവരെ നോക്കൂല. ഇയാൾക്ക് വീടുണ്ടാക്കി കൊടുക്കാനും ബാക്കി കാര്യങ്ങൾക്കൊക്കെ ഭയങ്കര ഉഷാറായിരിക്കും. അതിന്റെ അർത്ഥം ആർക്കെങ്കിലും വീടുണ്ടാക്കി കൊടുക്കണ്ടെന്നൊന്നുമല്ല. പക്ഷേ നമ്മുടെ സംരക്ഷണം ബിദ്അത്തിന് കിട്ടരുത്. ബിദ്അത്ത് ചെയ്യുന്ന വ്യക്തി അവന്റെ ബിദ്അത്ത് വഴി നാളെ ഹൗദുൽ കൗസറിലെ വെള്ളം നഷ്ടപ്പെടുന്ന അള്ളാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചത്. 2 ഖുത്ബകളിലൂടെ വിശദമായി ആ വിഷയം നമ്മൾ പഠിച്ചിട്ടുണ്ട്. 9ാമത്തെ കാര്യം എന്താ അറിയോ? പരസ്യമായി പാപം ചെയ്യുന്നവൻ. കുല്ലു ഉമ്മത്തി മുആഫൻ ഇല്ലൽ മുജാഹിരീൻ. എല്ലാവർക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല പുറത്തു കൊടുക്കും. എല്ലാവർക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല പുറത്തു കൊടുക്കും. തൗബ ചെയ്താൽ പുറത്ത് കിട്ടാത്ത ഒന്നുമില്ല. ചിലത് തൗബ ചെയ്യാതെ തന്നെ പടച്ചോൻ എന്ത് കാരുണ്യവാനാ. പടച്ചോനോട് എല്ലാ തോന്നിയാസവും ചെയ്തിട്ട് ചില കാര്യങ്ങൾ പടച്ചോൻ തൗബ ചെയ്യാതെ തന്നെ വിട്ടുകൊടുക്കും. നമുക്കിത് ഇസ്ലാം ഭയങ്കര ടൈറ്റ് ആയിട്ട് തോന്നും. ശരിക്കും ഇസ്ലാമിൽ വളരെ കുറച്ച് കാര്യം മാത്രമേ നോ പറഞ്ഞിട്ടുള്ളൂ. ബാക്കിയൊക്കെ ഓക്കെയാണ് അല്ലേ? ഫുഡില് പന്നി പറ്റൂല. എന്നാലോ പോത്ത് പറ്റൂ, പശുവിനെ പറ്റൂ, ആടിനെ പറ്റൂ, എന്തൊക്കെ പറ്റണതാ തോനെ. പിന്നെ കുഴിമന്തി പറ്റൂ, എന്തും പറ്റും. ഇഷ്ടംപോലെ ആയിരക്കണക്കിനായിട്ടും തിന്നാൻ പറ്റണതാണ്. കുടിക്കാൻ പറ്റാത്തതോ? കള്ളുടിക്കാൻ പറ്റൂല. ജ്യൂസ് മുഴുവൻ കുടിക്കാം അല്ലെ? നിങ്ങൾ അങ്ങനെ ചിന്തിച്ചു നോക്ക്. വളരെ ക്ലിയർ ആണ്. ഇസ്ലാമിനെ പോലെ വിശാലതയുള്ള ഈ പറ്റൂല എന്ന് പറഞ്ഞതൊക്കെ മനുഷ്യന് ദോഷമുള്ളതാണ്. അത് സയന്റിഫിക്കലി പ്രൂവ് ചെയ്യപ്പെട്ടതാണ്. നമ്മളെ കാലത്ത് പ്രത്യേകിച്ചും 100 കൊല്ലം മുമ്പ് പ്രൂവ് ചെയ്യാതെ അവർ അംഗീകരിച്ചതാണ്. പന്നിമാംസം വേണ്ടാന്ന് പടച്ചോൻ പറഞ്ഞുകൊണ്ട് മാത്രം അംഗീകരിച്ച. ഇന്ന് സയൻസും കൂടിയും പറയാണ് അതിൽ പ്രശ്നങ്ങളുണ്ട്, അതിൽ ഇന്ന ഇഷ്യൂസ് ഉണ്ട് എന്ന് പറയാണ്. അപ്പോ പരസ്യമായി പാപം ചെയ്യുന്ന വ്യക്തി എന്താ? ഈ പരസ്യമായി പാപം ചെയ്യണതിന്റെ പ്രത്യേകത വേറുള്ളവർക്ക് ഒരു പ്രചോദനമാണ്. അയാള് കള്ളുടിക്കുന്നുണ്ട്, എല്ലാരും കള്ളുടിക്കണ തന്നെ പ്രശ്നം, എല്ലാവരും അറിയുന്നു എന്ന് വരുമ്പോ അതിന് വേറൊരു പ്രശ്നം കൂടുതലാണ്. ഒരാൾ തെറ്റ് ചെയ്യുക, എന്നിട്ട് ആ തെറ്റ് വേറുള്ളവരെ അറിയിക്കുക. അയാളൊരു അവിശുദ്ധ ബന്ധം അയാൾക്കുണ്ട്, ആ ബന്ധം അയാൾ സോഷ്യൽ മീഡിയയിൽ ഇൻസ്റ്റഗ്രാമിൽ ഫോട്ടോ ഇട്ടിട്ട് തെളിയിക്കുക, ഞാൻ അവളുമായി അവിഹിത ബന്ധത്തിലാണ് കേട്ടോ. അപ്പോ അതാണ് 9. ഇനി 10ാമത്തത്, മാതാപിതാക്കളെ ഉപദ്രവിക്കുന്നവൻ. ലാ യദ്ഖുലുൽ ജന്നത ആഖുൻ. മാതാപിതാക്കളെ ഉപദ്രവിക്കുന്നവൻ ഒരു കാരണവശാലും സ്വർഗത്തിൽ പ്രവേശിക്കുകയില്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കണം. അത് വാക്കുകൊണ്ടാകാം, ശാരീരിക ദ്രോഹങ്ങൾ കൊണ്ടാകാം, അവഗണന കൊണ്ടാകാം അല്ലെ? ചിലപ്പോ അവര് നമ്മളോട് ഇങ്ങോട്ട് ചെയ്തിട്ടുണ്ടാകും പലതും, അതുകൊണ്ടാകാം. പക്ഷേ മാതാപിതാക്കളാണ്. അവരൊരു കാരണവശാലും ദ്രോഹിക്കാനോ ഉപദ്രവിക്കാനോ പറ്റില്ല. അതുകൊണ്ട് തന്നെ ഈ മാതാപിതാക്കൾ ചെയ്യേണ്ട ഒരു കാര്യമുണ്ട്. മക്കളെ ചിലപ്പോൾ ഇതൊക്കെ തിരുത്താനും ശരിയാക്കാനും ഒക്കെ റെഡി ആയിരിക്കും. ഈ മാതാപിതാക്കൾ അവർക്കുണ്ടാകുന്ന വിഷമകരമായ സാഹചര്യങ്ങൾ ഒരിക്കൽ പോലും മക്കളോട് പറയില്ല. മകൻ കാരണം ഇങ്ങനത്തെ ഒരു അവസ്ഥ ചിലപ്പോൾ അനുഭവിക്കുന്നുണ്ടാകും. എന്നിട്ട് അവരുള്ളിൽ അവരോട് ഇങ്ങനെ ദേഷ്യപ്പെട്ടും മനസ്സുകൊണ്ട് അസ്വസ്ഥമായും ഒക്കെ ഇങ്ങനെ ജീവിക്കുന്നുണ്ടാകും. തന്റെ മകൻ അവന്റെ സ്വർഗമാണ് നഷ്ടപ്പെടുത്തുന്നത്. അപ്പൊ അടുത്തിരുത്തി പറഞ്ഞു കൊടുക്കണം, നീ ഇങ്ങനെയും കൂടി ചെയ്തു തരണമെന്ന്. ഇങ്ങനെയും കൂടി ഒക്കെ ചെയ്തു തരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അല്ലെ, നമ്മളെ മാതാപിതാക്കൾക്ക് ചെയ്തു കൊടുക്കൂലേ സുഹൃത്തുക്കളെ? നമ്മളെ മാതാപിതാക്കൾക്ക് ചെയ്തു കൊടുക്കൂലേ? പലപ്പോഴും ഇന്നത് വേണ്ട, അത് വേണ്ട, ഇത് വേണ്ട എന്നായിരിക്കും പറയാം. എന്നാൽ അവര് വ്യക്തിപരമായി അനുഭവിക്കുന്നുണ്ടാകും. അപ്പോ അത് തുറന്ന് ക്ലിയറായി കാര്യങ്ങൾ പറഞ്ഞ് അങ്ങനത്തെ ഒരു സംഭാഷണം മാതാപിതാക്കൾക്കും മക്കൾക്കിടയിൽ വേണം. അതൊരിക്കലും കട്ടായി പോകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇനി തൊഴിലാളിക്ക് കൊടുക്കേണ്ട വേതനം കൊടുക്കാതെ അവനെ കൊണ്ട് പണിയെടുപ്പിച്ചിട്ട് നമ്മൾ കഴിക്കുക. അപ്പൊ ശമ്പളം, മാർക്കറ്റ് വാല്യൂ എത്രയാണെന്നൊക്കെ നോക്കിയിട്ട് കപ്പാസിറ്റി നോക്കി ഇന്റർവ്യൂ ചെയ്ത് എടുത്തോളി കേട്ടോ. ആവശ്യമുള്ള സ്റ്റാഫിനെ നിയമിക്കുമ്പോ അവർക്ക് അർഹതപ്പെട്ട സാലറി കൊടുക്കുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തിക്കോളിയും. ഇല്ലെങ്കിൽ ഇതൊന്നും ദുന്യാവിൽ ഉപകരിക്കൂല. ഓൻ അങ്ങനെ ശപിച്ച് ജീവിക്കുകയും ചെയ്യും. അവന്റെ 100% അവന്റെ പ്രൊഡക്ടിവിറ്റി നമുക്ക് കിട്ടൂല. അങ്ങനത്തെ പ്രശ്നങ്ങൾ ഉണ്ടാകും. ഇനിയും 10-20 കാര്യങ്ങളുണ്ട്. നമുക്ക് അടുത്ത ആഴ്ചയോ അല്ലെങ്കിൽ മറ്റൊരു സമയത്തോ പറയാം. അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ.
അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസ്ഹബിഹി അജ്മഈൻ അമ്മാ ബഅദ്. സൃഷ്ടാവ് സംരക്ഷകനുമായ റബ്ബിനെ ജീവിതത്തിന്റെ എല്ലാ മേഖലയിലും കാത്തു സൂക്ഷിക്കണേ എന്ന് ഒരിക്കൽ കൂടി ഉണർത്തുകയാണ്, ഉത്ബോധിപ്പിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളോട് സംസാരിക്കില്ല, അവൻ നമ്മെ ശുദ്ധീകരിക്കുകയില്ല എന്നൊക്കെ പറഞ്ഞ കാര്യങ്ങൾ, ചിലത് സംസാരിക്കുകയില്ല എന്ന് മാത്രം പറഞ്ഞതാണ്, ചിലത് മൂന്നും പറഞ്ഞതാണ്. അങ്ങനത്തെ കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് ഏറ്റവും അവസാനത്തെ 1-2 ശുദ്ധീകരിക്കുകയില്ല എന്ന ഇനം അതിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഉൾപ്പെടുത്തിയിട്ടില്ല. അല്ലാത്ത കാര്യങ്ങളാണ് വന്നിട്ടുള്ളത്. അപ്പം ഇതൊക്കെ പലപ്പോഴും ശരിയായ പഠനത്തിലൂടെയാണ് നമുക്ക് കിട്ടേണ്ടത്. ശരിയായ പഠനം നടന്നാൽ തന്നെ നമുക്ക് വലിയ മാറ്റങ്ങൾ ഉണ്ടാകും. അതാണ് ഖുർആന്റെ പ്രത്യേകത. ഖുർആൻ മനുഷ്യനെ സ്വാധീനിക്കുന്നു എന്ന് പറഞ്ഞത് അതുകൊണ്ടാണ്. അപ്പോ ശരിക്കും ഞാൻ ഇടയ്ക്കെന്റെ ഖുത്ബയിൽ ഞാൻ പറയലുണ്ട്, ആഴ്ചയിൽ 1 മണിക്കൂറെങ്കിലും നമ്മൾ ഖുർആൻ പഠിക്കാൻ കൊടുക്കണം. അപ്പൊ ഇവിടെ എല്ലാ തിങ്കളാഴ്ചയും ഖുർആൻ പഠിക്കാൻ സൗകര്യമുണ്ട്. നമ്മളിപ്പോ സൂറത്തു ത്വാഹ പൂർത്തിയാക്കി അടുത്തൊരു അധ്യായത്തിലേക്ക് നമ്മൾ കടന്നിരിക്കുകയാണ്. സൂറത്തു അംബിയ ആണ് ഇപ്പം പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അത് ഒരു ആയത്ത് അല്ലെങ്കിൽ അര ആയത്ത് ഒക്കെയാണ് അതിൽ എടുക്കുക. ഒരു 40 മിനിറ്റ് 45 മിനിറ്റ് നിസ്കാരം എല്ലാം കൂടിയാണ് 1 മണിക്കൂർ. അതിന് സുഹൃത്തുക്കളെ നമ്മളൊരു സമയം കണ്ടെത്തണം. ഇവിടെ ഇരിക്കണ പലരെയും എനിക്കറിയാം, അവരൊന്ന് ബോധപൂർവം വിചാരിച്ചാൽ നടക്കും. ഇവിടെ ഇരിക്കണ കുറെ ആളുകളുണ്ട്, ഒരു 10-50 ആളുകൾ, ആണുങ്ങളും പെണ്ണുങ്ങളും ഒക്കെ കൂടെ വരലുണ്ട്. ഞാൻ പറയണത് ഇവിടെ വെട്ടത്തൂര് തൊഴിലുമായി ബന്ധപ്പെട്ട് വന്ന കുറച്ച് ആൾക്കാർ ഇവിടെ ഉണ്ട്. നിങ്ങൾക്ക് നിങ്ങളെ നാട്ടിൽ എന്തായാലും കഴിയൂല, എത്താൻ കഴിയൂല. അതുകൊണ്ട് തിങ്കളാഴ്ച ഒന്ന് മനസ്സ് വെച്ച് ഒന്ന് മനസ്സ് വെച്ച് ക്ലാസ് തുടങ്ങിയെന്ന് വേണമെങ്കിൽ നിങ്ങളിവിടെ പറഞ്ഞാലും മിസ് കോളൊക്കെ ഇട്ടുതരും. അങ്ങനെയൊക്കെ വരുന്ന ആളുകളൊക്കെ, ചില ആളുകളൊക്കെ എനിക്കറിയാം. ആ മിസ് കോളിന്റെ അടിച്ചതിന്റെ ശേഷം വന്നാൽ മതി. വന്നെന്ത് ചെയ്യണം, ഞാൻ നിങ്ങളോട് അത് നിങ്ങളുടെ മുന്നിലല്ല വെള്ളിയാഴ്ച നിൽക്കുന്ന ഒരാളെന്നുള്ള അത് പ്രത്യേകം പറയാണ്. കാരണം നമ്മൾ മരിച്ചു പോവും, ഖബറിൽ ചെല്ലും. നിനക്ക് ഈ ഇസ്ലാമിനെ കുറിച്ച് അറിവ് എവിടുന്നാ കിട്ടിയത് എന്നാ ചോദ്യത്തിന്റെ ഒരു ചോദ്യത്തിന്റെ ഉദ്ദേശം. ഷെയ്ഖ് ഉസൈമീൻ റഹിമഹുല്ലാഹ് പറയുന്നുണ്ട്, ഖുർആനെ കുറിച്ച് ചോദ്യത്തിന്റെ ഉദ്ദേശം അതാണ്. അപ്പോ ഞാൻ അള്ളാഹുവിന്റെ കിതാബ് എന്നത് പഠിച്ചു എന്നാണ് അയാൾ മറുപടി പറയണ്ടേ. അത് ഒരാള് ചെവിന്റെ അടുത്ത് ഒരാളിങ്ങനെ തലക്കും പുറത്ത് വന്നാണ്ട് ചൊല്ലിത്തന്നാ കിട്ടും എന്നുള്ളത് അത് ചൊല്ലണം പോലും വിശ്വസിക്കണില്ല. അല്ലെ, നിന്നോടിപ്പോൾ അതാണ് ഈ ചൊല്ലണേ. ഈ തെൽക്കീൻ ചൊല്ലി കൊടുക്കണ എന്താ, നിന്നോടിപ്പോ 2 മലക്കുകൾ വരും, എന്നോട് ചോദിക്കും. എന്താ ചോദിക്കണേ? നിന്റെ നബി ആരാന്ന് ചോദിക്കും, നിന്റെ പടച്ചോനാരാന്ന് ചോദിക്കും. അയാൾ ദുന്യാവെന്ന് തന്നെ അയാൾക്ക് അറബി അറിയില്ല. അയാൾക്ക് ഖുൽ ഹുവല്ലാഹു അഹദ് എന്നുള്ള സൂറത്തിന്റെ അറബി അർത്ഥം വരെ അറിയാത്ത ആൾ. അയാൾക്കാണ് ഈ അറബിയിൽ ഇത് ഉപദേശിച്ചു കൊടുക്കണേ, പറഞ്ഞു കൊടുക്കണം മരിച്ചുപോയ മനുഷ്യനോടെ. അത് അവിടെ പറയേണ്ടതല്ല. അതുകൊണ്ട് നമ്മൾ ഓരോരുത്തരും വ്യക്തി ജീവിതത്തിൽ നല്ലൊരു തീരുമാനം എടുക്കാൻ സുഹൃത്തുക്കളെ 1 മിനിറ്റ് മതി. പക്ഷെ ആ തീരുമാനം നീണ്ടുപോവുകയാണ് പലരുടേതും. ഒറ്റ മിനിറ്റ്, ഞാൻ ഇൻഷാ അല്ലാഹ് ഇരിക്കും, ഖുർആൻ ക്ലാസ്സിൽ ഞാൻ ഇരിക്കും, ഞാൻ പഠിക്കും, എനിക്ക് ഖുർആനുമായിട്ടൊരു ബന്ധം ഉണ്ടാകും എന്ന് നമ്മളൊരു തീരുമാനം എടുത്തു കഴിഞ്ഞാൽ, എന്നിട്ട് കൃത്യം ഒരു 6 മാസം കഴിയുമ്പോൾ നമ്മളെ കുറിച്ചൊന്ന് ആലോചിച്ച് നോക്കുക. എന്തെങ്കിലും ചേഞ്ച് ഉണ്ടായിട്ടുണ്ടാകും. 6 മാസം തുടർച്ചയായി ഒരു മണിക്കൂർ വീതം ചെലവാക്കിയ വ്യക്തി, അല്ലെ, ഒരു മണിക്കൂർ വീതം ചെലവാക്കിയ വ്യക്തി ഒരു മാസത്തിൽ ഒരു 8 മണിക്കൂർ ഖുർആന് കൊടുക്കുന്നു, ഒരു മാസത്തിൽ ഒരു 4 മണിക്കൂർ ഖുർആന് കൊടുക്കുന്നു, അല്ലെ. ആ നിലയ്ക്ക് ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഈ 6 മാസത്തിന്റെ ഉള്ളിൽ ചെലവാക്കിയ സമയം അയാളിൽ സ്വാധീനിച്ചിട്ടുണ്ടാകും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഇതേപോലെയാണ് നമ്മളെ കുട്ടികളും. അവർ പലജാതി അപകടങ്ങളിലൂടെയാണ് കടന്നു പോണത്, എന്തെല്ലാമാണ് ആയിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അവർക്ക് പക്ഷെ ഇവിടെ ചിട്ടയായ ക്രമീകരണങ്ങളുണ്ട്. ചെറിയ കുട്ടികൾ മുതൽക്ക് നമ്മുടെ സംവിധാനത്തിൽ സിസ്റ്റങ്ങളുണ്ട്. വളരെ ബാലവേദി എന്നാണ് ചെറിയ പ്രായത്തിന് പറയാം, ഒരു 5-6 ക്ലാസിന്റെ താഴെ. അത് കഴിയുമ്പോൾ ഹൈസ്കൂൾ വിങ്, സ്കൂൾ വിങ്, ഹൈസ്കൂൾ വിങ്, കോളേജ്. എവിടെ നിങ്ങൾ കേരളത്തിൽ ഏത് ക്യാമ്പസിലും നിങ്ങൾ കുട്ടിയുണ്ടെന്ന് പറഞ്ഞോ, അവിടെ ഒരു കണക്ഷൻ ഇതിനില്ല, എനിക്ക് നിങ്ങൾക്ക് പറഞ്ഞുതരാൻ പറ്റും. അവിടെ നല്ല ദീനിയായി ചിന്തിക്കുന്ന ഒരാളെ കണക്ട് ചെയ്ത് കൊടുക്കാൻ പറ്റും. അങ്ങനത്തെ ഒരു നെറ്റ്വർക്ക് നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പൊ ഇത് മൊത്തം കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു പരിപാടി ഈ ഞായറാഴ്ച ഇൻഷാ അല്ലാഹ് നടക്കുന്നുണ്ട്, ഈ കൊമ്പം മൗലാന ഓഡിറ്റോറിയത്തിൽ. ഞാൻ ഖുത്ബി തന്നെ ഇതൊക്കെ പറയണത് എന്തിനാ അറിയോ, അത്രയും പ്രധാനമാണ്. അതുകൊണ്ട് ഇവിടുന്ന് നമ്മുടെ കുട്ടികൾ കുറച്ചാളുകളൊക്കെ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്, അവർക്ക് പോകാൻ സൗകര്യം ഉണ്ടാക്കിയിട്ടുണ്ട്. ഇനി കൂടുതൽ കുട്ടികൾ ഉണ്ടെങ്കിൽ സൗകര്യം ഉണ്ടാക്കണം. നമ്മളെ പല വണ്ടിയും ഞായറാഴ്ച വീട്ടിലിരിക്കൂലേ, നമ്മളൊന്നും കയറ്റിയിട്ട് കൊണ്ടേ കൊടുക്കുക. ഇവിടുന്ന് ഒരു 20-25 മിനിറ്റിൽ യാത്ര ചെയ്യാനുള്ളൂ. ആ കുട്ടികൾ പോയി അതിലൂടെ വല്ലതും ശരിയായി വരികയാണെങ്കിൽ അതിന്റെ ഒരു പുണ്യം നമുക്ക് കിട്ടും. ആ രീതിയിൽ കാര്യങ്ങളെ ചിന്തിക്കണം എന്ന് പ്രത്യേകം ഉണർത്തുകയാണ്. നമ്മുടെ ഇവിടുത്തെ വിദ്യാർത്ഥി ഘടകത്തിലെ കുട്ടികളുമായിട്ട് ബന്ധപ്പെടുക, അല്ലെങ്കിൽ ഇവിടെയുള്ള സ്ഥിരം പള്ളിയായിട്ട് ബന്ധപ്പെടുന്ന ആരോട് നിങ്ങൾ സംസാരിച്ചാലും അവർ നിങ്ങൾക്ക് ഒരു കണക്ഷൻ ഉണ്ടാക്കി തരും. ആൺകുട്ടികളുടെ പരിപാടിയാണ് നടക്കുന്നത്. ഇന്ന് ഇൻഷാ അല്ലാഹ് അസർ നമസ്കാരത്തിന് ശേഷം എടത്തനാട്ടുകര ദാറുൽ ഖുർആനിൽ വെച്ച് പെൺകുട്ടികൾക്ക് വേണ്ടിയുള്ള ഒരു പരിപാടി ഉണ്ട്. ഞാൻ ആ പരിപാടിയിൽ പങ്കെടുക്കുന്നുണ്ട്. അപ്പോ ഇങ്ങനെ ഈ വെക്കേഷനൊക്കെ ആകുമ്പോൾ ധാരാളം പരിപാടികളൊക്കെ ആയിട്ട് നിങ്ങൾ വെറുതെ ചിന്തിക്കും, ഇവിടെ വേറെ ഏതെല്ലാം സംഘടനകൾക്ക് ഇങ്ങനെ സംവിധാനങ്ങൾ ഉണ്ടെന്ന് ആലോചിക്കും. ഈ ദിവസങ്ങളിൽ നിങ്ങളെ കുട്ടികളെ പഠിപ്പിക്കാൻ പറ്റും. ഞാൻ സംഘടനാ മേന്മ പറയാൻ വേണ്ടിയൊന്നല്ല,
സംഘടനకు വേണ്ടി അല്ല അത് കൊണ്ടെടുക്കണത്. 100% ഇവിടുത്തെ പ്രശ്നങ്ങൾ നമുക്കറിയാം. ഈ കുട്ടികളും ഈ യുവാക്കളൊക്കെ എങ്ങോട്ടാണ് പോണത് എന്ന് അത് മനസ്സിലാക്കിയിട്ട് തന്നെയാണ് മനുഷ്യന്മാരെ മുന്നിൽ കൈ നീട്ടിയിട്ട് പെരീത കാര്യത്തിനല്ല പിരിവ് നടത്തിയിട്ട് അതൊക്കെ നടത്തണത്. അല്ലാതെ എവിടുന്നതിന് പൈസ? ഓരോ സ്ഥലത്തും പിരിവ് നടത്തിയിട്ടാണ്, കൈ നീട്ടിയാണ് എന്ത് ചെയ്യണത്, ഇതൊക്കെ നടത്തി മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അതുകൊണ്ട് അത്തരം കാര്യങ്ങൾ ശ്രദ്ധിച്ച് സജീവമായി മുന്നോട്ട് പോവുക. അള്ളാഹു നമ്മെ ശുദ്ധീകരിക്കുമാറാകട്ടെ. അള്ളാഹുവിന്റെ തിരുനോട്ടം നമുക്ക് ഉണ്ടാകുമാറാകട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല അവൻ നാളെ കണ്ടുമുട്ടുമ്പോൾ സംസാരിക്കുന്നവരിൽ നമ്മെ ഉൾപ്പെടുത്തുമാറാകട്ടെ. നമ്മുടെ കൂട്ടത്തിൽ നിന്ന് രോഗികളായി കഴിയുന്നവർക്ക് അള്ളാഹു ആശ്വാസം നൽകുമാറാകട്ടെ. നമ്മുടെ ആദരണീയനായ നമ്മുടെ പണ്ഡിത നേതൃത്വത്തിൽപ്പെട്ട വ്യക്തിത്വം അള്ളാഹു അദ്ദേഹത്തെ ജീവിതത്തിലേക്ക് അതിവേഗം തിരിച്ചു കൊണ്ടുവരുമാറാകട്ടെ. അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളമുള്ള ഒന്നിലധികമുള്ള ആരോഗ്യകാര്യങ്ങളിൽ അള്ളാഹു അത്ഭുതകരമായ രീതിയിൽ അതിന് മാറ്റങ്ങൾ ഉണ്ടാക്കി അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുന്ന ആയിരങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് അള്ളാഹു പ്രതിഫലവും അള്ളാഹു നൽകുമാറാകട്ടെ. اللهم اغفر للمؤمنين والمؤمنات اللهم اعز الاسلام والمسلمين واذل الشرك والمشركين ربنا آتنا في الدنيا حسنه وفي الاخره حسنه ربنا وقنا عذاب النار امين امين برحمتك يا ارحم الراحمين والحمد لله رب العالمين وصلى الله عليه وسلم.